Hi guys, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് LUTS ഉപയോഗിച്ച് വീഡിയോ കളർ ഗ്രേഡ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ഓഫർ ചെയ്യുന്ന ഒന്നാണ് ഈ LUTS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ LUTSൻ്റെ പല ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് 3D LUTS അല്ലെങ്കിൽ 3D ലുക്കപ്പ് ടേബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ പഠിക്കാൻ പോകുന്നത് എങ്ങനെ 3D ലുക്കപ്പ് ടേബിൾ ഉപയോഗിച്ച് വീഡിയോ കളർ ഗ്രേഡ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി LUTS ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന LUTSൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇത് ഒരു സിപ്പ് ഫയലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ഫോൾഡറിനകത്ത് എല്ലാം കണ്ടില്ലേ, .cube എന്ന എക്സ്റ്റൻഷനിലാണ് ഈ LUTS തീരുന്നത്. കണ്ടില്ലേ, മിക്കവാറും 3D ലുക്കപ്പ് ടേബിളുകളെല്ലാം വന്നിട്ട് .cubeലായിരിക്കും ലഭ്യമായിട്ടുള്ളത്. അതായത് ഇൻ്റർനെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന മിക്കവാറും 3D LUT എല്ലാം വന്നിട്ട് .cubeലായിരിക്കും തീരുന്നത്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ വീഡിയോയ്ക്കകത്ത് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്കിത് മിനിമൈസ് ചെയ്യാം. നേരെ ഷോർട്ട്കട്ട് എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാം. ഓക്കെ, ശേഷം ഇനി കളർ ഗ്രേഡ് ചെയ്യേണ്ട വീഡിയോ നമുക്ക് ഷോർട്ട്കട്ടിലേക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓപ്പൺ ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. വീഡിയോ എവിടെയാണ് കിടക്കുന്നത് അവിടെ ചെല്ലുക. ഇപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്ന വീഡിയോസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ്. അപ്പോൾ അതിനകത്ത് ചെന്നു വീഡിയോ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഓക്കെ, ഇതാണ് വീഡിയോ ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല, നമുക്ക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ പ്ലസ് ചിഹ്നം ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പം വീഡിയോ ടൈം ലൈനിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ ടൈം ലൈനിലേക്ക് വന്നു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് LUT അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ LUT അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരു ബേസിക് കളർ ഗ്രേഡിങ്ങിനുള്ളൊരു ഫിൽറ്റർ നമ്മുടെ ഷോർട്ട്കട്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ സെലക്ട് ചെയ്യുക, ഫിൽറ്റേഴ്സിനകത്തില്ല, ഇവിടെ പ്ലസ് ചിഹ്നം ഉണ്ടല്ലോ, അതേ ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കളർ ഗ്രേഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഫേവറേറ്റ് എന്ന് പറയുന്നതിനകത്ത് കാണിക്കുന്നതായിരിക്കും. കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. കളർ ഗ്രേഡിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് കളർ ഗ്രേഡിങ് കണ്ടല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു കളർ ഗ്രേഡിങ് നമുക്ക് നടത്താവുന്നതാണ്. ഷാഡോസും ഹൈലൈറ്റ്സും ഒക്കെ അത്യാവശ്യം നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം കളർ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് തെറ്റി നിങ്ങൾക്ക് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ അവിടെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് എല്ലായിടത്തും റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് ആനിമേഷൻ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. അത് നമുക്കിവിടെ ക്ലോക്ക് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ, ഇതൊക്കെ ആനിമേഷൻ ചെയ്യാവുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബേസിക് കളർ ഗ്രേഡിങ്ങിനുള്ള ഒരു ഫിൽറ്റർ നമുക്ക് എന്താണ് ഷോർട്ട്കട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെയാണ് നമുക്ക് LUT കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് LUT ആഡ് ചെയ്യാനുള്ള ഒരു ഫിൽറ്റർ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ LUT ആഡ് ചെയ്യാനുള്ള ഫിൽറ്റർ ആഡ് ചെയ്യുന്നുള്ളത്. ഇവിടെ പ്ലസ് ചിഹ്നം ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ശേഷം സെർച്ച് ചെയ്യുക LUT എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുക LUT 3D എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ വരും കണ്ടില്ലേ, ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി എവിടെയാണോ നിങ്ങളുടെ LUTS കിടക്കുന്നത് അവിടെ ചെല്ലുക. അപ്പോൾ എൻ്റെ LUTS കിടക്കുന്നത് എവിടെയാണ്, ഡൗൺലോഡ്സിനകത്താണ്. അതിനകത്ത് ചെന്നു. അപ്പോൾ ഇതിലേത് LUTS വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ TX2 എന്ന് പറയുന്ന LUT സെലക്ട് ചെയ്യാൻ പോകണം. ശേഷം ഓപ്പൺ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഓപ്പൺ കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയിൽ ആ LUT അപ്ലൈ ചെയ്തത് കാണാൻ പറ്റും കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അഡീഷണലായിട്ട് ഒരു ഓപ്ഷൻ കൂടി വരുന്നതെന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കേട്ടോ. അതിനകത്ത് ഡിഫോൾട്ടായിട്ട് ട്രൈലീനറാണ് കിടക്കുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും ട്രൈലീനറാണ്. ഇനി ട്രൈലീനർ നിങ്ങൾക്ക് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെട്രാഹീഡ്രൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. ഒരിക്കലും നിയറസ്റ്റ് ഉപയോഗിക്കില്ല. നിയറസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറിയ കളർ പ്രശ്നങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്കകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ട്രൈലീനർ ഉപയോഗിക്കുക. ട്രൈലീനർ പോരാൻ തോന്നിക്കഴിഞ്ഞാൽ ടെട്രാഹീഡ്രൽ ഉപയോഗിക്കുക. അപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഈ LUT ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ടിക്ക് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അത് എന്താണ് ഡിസേബിൾ ആവുന്നതായിരിക്കും കണ്ടല്ലേ. ഇപ്പോൾ നമുക്കിപ്പോൾ LUT ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നും LUT ഇല്ലാത്തപ്പോൾ എങ്ങനെ ഇരിക്കുമെന്നും നമുക്ക് ഈ ടിക്കിൽ തന്നെ ഉപയോഗിച്ച് നമുക്ക് അറിയാൻ പറ്റും കണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ LUT ആഡ് ചെയ്തു. ഇനി വേറൊരു കാര്യം, ഇനി ഈ LUT പോരാ എന്നുണ്ടെങ്കിൽ വേറെ LUT ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ത് ചെയ്യണം, ഓപ്പണിൽ ക്ലിക്ക് കൊടുക്കുക. വേറെ LUT ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ട് അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു റിസൾട്ടാണ് നമുക്കിവിടെ വരുന്നത് കണ്ടില്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള LUTS നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ചെറിയ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്രയാണ് ഇപ്പോൾ നമുക്ക് ഷോർട്ട്കട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ LUT അപ്ലൈ ചെയ്തു. ഇനി ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. മുകളിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സ്പോർട്ടിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാം. ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ യൂട്യൂബിൽ ഇൻ്റർനെറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ MP4 S264 ആയിട്ടാണ് നമ്മൾ എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ ഇവിടെ അഡ്വാൻസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാം, ഫ്രെയിം റേറ്റ് സെലക്ട് ചെയ്യാം, പിന്നെ കോഡാക്ക് കാര്യങ്ങൾ സെലക്ട് ചെയ്യാം, ക്വാളിറ്റി സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സാധാരണ ഇതിൽ നിങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ക്വാളിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 70 ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ അത്ര റിക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അത്ര സൈസ് കുറച്ച് കൂടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് നോക്കുക, ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നത് അതനുസരിച്ച് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് എന്താണ്
അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഇവിടെ ഇനി നമ്മൾ എന്താണ് അഡ്വാൻസിനകത്ത് എല്ലാം സെറ്റിങ്സ് എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ഫയലിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പം എവിടെയാണോ നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ബ്രൗസർ വരും. ഓക്കെ, നമുക്കൊരു ബ്രൗസർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി പേര് കൊടുക്കാം, മൂഡി ലുക്ക് എന്നും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, മൂഡി ലുക്ക്, ശേഷം എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പം വീഡിയോ എക്സ്പോർട്ടായി തുടങ്ങുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം വീഡിയോ എക്സ്പോർട്ട് ആയിരിക്കുകയാണ്. നമുക്ക് വീഡിയോയുടെ റിസൾട്ട് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത ഫോൾഡറിൽ നമുക്ക് ചെല്ലാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് എക്സ്പോർട്ട് ചെയ്തത്. ആ വീഡിയോ എടുക്കുന്നു, സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, സ്ക്രീൻ റെക്കോർഡിങ് നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ലാഗ് വീഡിയോയ്ക്കകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വരുന്നത്. വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.